ഡിയർ ഫ്രണ്ട്സ്, വിഷാദ രോഗം എന്നുള്ള അസുഖം അല്ലെങ്കിൽ ഡിപ്രഷൻ നമ്മുടെ ഈ സമൂഹത്തിൽ വളരെയധികം ഏറി വരുന്നുണ്ട്. അപ്പം ഇതിന് പല തെറ്റിദ്ധാരണകളുണ്ട്. ഇത് ജനറ്റിക് ആയിട്ട് മാത്രമാണ് വരുന്നത്, അങ്ങനെയുള്ള കാരണങ്ങൾ അത് മാത്രമാണ്, അതായത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് മാത്രമേ ഡിപ്രഷൻ വരികയുള്ളൂ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മെയിനായിട്ട് ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പോൾ പാരൻസിനോ സിബ്ലിങ്സിനോ ഒക്കെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 2 മുതൽ 3 മടങ്ങ് വരെ ജനിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റ് സിബ്ലിങ്ങിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇതൊരു കോംപ്ലക്സ് കണ്ടീഷനാണ്. ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ തലച്ചോറിലുള്ള സെറോട്ടോണിൻ എന്നുള്ള ഹോർമോണിന്റെ അളവ് വളരെയധികം കുറയുമ്പോൾ, ഇപ്പം നമുക്ക് സന്തോഷം തരുന്ന, നമ്മുടെ ഉത്കണ്ഠ കുറയ്ക്കുന്ന ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. ഇതൊരു കോംപ്ലക്സ് കണ്ടീഷനാണ്. അതായത് പലതരം കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. ഇപ്പോൾ ജനറ്റിക് ആയിട്ട് ഒരാളുടെ ഇപ്പോൾ അച്ഛന് ഡിപ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, മെഡിസിൻ കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ജനിക്കുന്ന മകന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ്, ലൈക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വരിക, അല്ലെങ്കിൽ അടുത്ത ഒരാൾ വിട്ടുപോവുക, അല്ലെങ്കിൽ ഒരു അസുഖം, ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ലൈക്ക് ക്യാൻസറോ അല്ലെങ്കിൽ സ്ട്രോക്കോ പോലെയുള്ള ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, അത്രയധികം ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു അസുഖം ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ജനറ്റിക് ആയിട്ട് ഒരു ഫാമിലി ഹിസ്റ്ററി അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ട് അവിടെ കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മെഡിസിൻസ് ഒക്കെ കൊണ്ട്, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ഒരു പൂർണ്ണമായിട്ട് ഇതിൽ നിന്നൊരു മുക്തി നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ വരികയാണെങ്കിൽ, ഇപ്പോൾ ജനറ്റിക് ആയിട്ടൊരു വശോടെ ഉണ്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഇൻസിഡൻസ് ലൈഫിൽ വന്നു, സോഷ്യൽ ഫാക്ടേഴ്സ് അവിടെ, അതായത് വീട്ടിൽ നിന്നും ഒരു പരിഗണന കിട്ടുന്നില്ല, ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ഒരു തലോടൽ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ആകെ ഒരു പരിഭ്രാന്തി വരികയും പാനിക് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരികയും ആ ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണമല്ല, പല പല കാരണങ്ങൾ ഉണ്ടാകാം. അപ്പം അതിനകത്ത് ഒരു കാരണം മാത്രമാണ് ജനറ്റിക്. ഇപ്പം ജനറ്റിക് ആയിട്ട് ഇപ്പം അച്ഛന് ഡിപ്രഷൻ ഉണ്ട്, അല്ല അമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാകണമെന്ന് ചാൻസ് ഒന്നുമില്ല. മറ്റുള്ള സാധാരണ പോപ്പുലേഷനേക്കാളും 2-3 മടങ്ങ് ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന, വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഈ ഡിപ്രഷൻ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം വന്നു, അവൻ ഡിപ്രസ്ഡ് ആണെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ആ ഡിപ്രഷൻ നമ്മളെ വിട്ടു പോവുകയും ചെയ്യും, പഴയ പോലെ ആകുകയും ചെയ്യും. അങ്ങനെയല്ല, ഡിപ്രഷൻ എന്ന് വരുമ്പോൾ ആ സ്റ്റേജ് അങ്ങനെയല്ല. ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, അനഡോണിയ പോലെയുള്ള കണ്ടീഷൻ, ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയാം. അതായത് തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഒരു സഹായവും എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല, ഹെൽപ്ലെസ്നെസ്. വർത്ത്ലെസ്നെസ് എന്ന് പറഞ്ഞത് എനിക്കൊന്നും സാധിക്കില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എന്നെക്കൊണ്ടൊന്നും കഴിയില്ല. ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, ഒട്ടും പ്രതീക്ഷയില്ല, മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. അതുപോലെ ഫറ്റീഗ്, വളരെയധികം ശരീരത്തിന് ഒരു ഊർജവും ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, സാധാരണ ഉണ്ടാകുന്ന ഇൻസോംനിയാണ്, ഉറക്കം വരാത്ത അവസ്ഥ. പകൽ കിടന്നാൽ നല്ല ക്ഷീണമുണ്ട്, പക്ഷെ കിടന്ന ഉറക്കം വരില്ല. ചില ആളുകളിൽ ചുരുക്കമായിട്ടും ഹൈപ്പർ സോംനിയ കാണാറുണ്ട്, അതായത് നല്ല ഉറക്കം ഉള്ളവരും വരാറുണ്ട്. കൂടാതെ വിശപ്പ് വളരെ കുറവുള്ള അവസ്ഥയാണ് കൂടുതലും കാണാറുള്ളവർ. ചില ആളുകളിൽ വിശപ്പ് കൂടുതലും കാണാറുണ്ട്. അതുപോലെ അനഡോണിയ എന്നുള്ള കണ്ടീഷൻ, അതായത് നേരത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, അല്ല സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആൾക്കാർ, സ്ഥിരമായി സിനിമയ്ക്ക് പോകുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റി, ഇവൻ ജോലിക്ക് പോലും പറ്റാതെ, നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ 2 ആഴ്ചയോ അതിൽ കൂടുതലോ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി നിങ്ങൾ കാണേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. കാരണം ആ സമയത്ത് ഒരുപക്ഷെ ഒരു നിമിഷത്തിന്റെ ആ ഒരു ചിന്തയിലാണ് പലപ്പോഴും സൂയിസൈഡൽ ടെൻഡൻസിയിലൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മളൊക്കെ പല വാർത്തകളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 15 വയസ്സുള്ള കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു.
ആ കുട്ടികൾക്ക് വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇത് സമൂഹത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് കണ്ടെത്തി ഇതിന് പരിഹാര മാർഗം ആ ഒരു മെഡിസിൻസ്, ആന്റി ഡിപ്രസൻസ് സൈക്കാട്രിസ്റ്റിനെ കണ്ടുകൊണ്ട് ആന്റി ഡിപ്രസൻസ് കറക്റ്റ് സമയത്ത് എടുക്കുകയാണെങ്കിൽ, ആ ഒരു ഡോസ് കറക്റ്റ് സമയത്ത് കഴിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ സംഭവം വളരെ വളരെ നിസ്സാരമായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതല്ല, ഇതിന്റെ തോത് കുറവാണ്, ഒരു ആൻസൈറ്റി വന്നു, ഒരു ട്രോമാറ്റിക് ഇൻസിഡൻസ് വന്നു, ഉടനെ പോയി സൈക്കാട്രിസ്റ്റിനെ കാണുന്നില്ല, ഒരു സൈക്കോളജിസ്റ്റിന്റെ അഡ്വൈസ് തേടുക. നമുക്കിത് നമുക്കിന്ന് എല്ലാവർക്കും വിഷമങ്ങളുണ്ട് അല്ലേ, ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഒരു ഫാമിലി ഒരു ഇൻസിഡന്റ് വന്നു, നമുക്കതൊരു ഗ്രീഫ് സ്റ്റേജിലൂടെയൊക്കെ പോകും. അതായത് നമുക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഡാബ്ഡ എന്ന് പറയും, ഡെനിയൽ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ദേഷ്യം വരാം, പിന്നെ ബാർഗെയിൻ ചെയ്യാം, പിന്നെ ഡിപ്രഷനിലേക്ക് അങ്ങനെ പോവാം, പിന്നെ പതുക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുവിധ ആളുകളൊക്കെ 70-75% ആളുകളും അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു 2 ആഴ്ചയിൽ കൂടുതലൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കാണണം. സൈക്കോളജിസ്റ്റ് ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് ഉറക്കമൊക്കെ വളരെ കുറവാണെങ്കിൽ നമുക്കത് പിന്നീട് വലിയ ദൂഷ്യങ്ങൾ ഉണ്ടാക്കാം, ബ്രെയിനിന് വളരെ സാരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ട് സൈക്കാട്രിസ്റ്റിനെ പോയി നിങ്ങൾ കാണുക തന്നെ വേണം. കഴിവതും ഫോണിലൂടെയുള്ള സൈക്കോളജിസ്റ്റുമായിട്ടുള്ള കോണ്ടാക്റ്റിനേക്കാളും നല്ലത് നേരിട്ട് പോയിട്ട് കാണുകയാണ്. ഇപ്പം എന്നെ തന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, നേരിട്ട് പോയിട്ട് സൈക്കോളജിസ്റ്റിനെ കണ്ട നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അദ്ദേഹവുമായിട്ട് പങ്കിട്ട്, കൂടെ നിങ്ങളുടെ അടുത്തൊരാളെ, റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുപോകണം, അവരുമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പം അത്തരത്തിലുള്ള ഒരു ചുറ്റുപാട് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ സൈക്കോളജിസ്റ്റ് എന്തായാലും ഉണ്ടാവും, നല്ല സൈക്കോളജിസ്റ്റിനെ പോയിട്ട് കാണുക, നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയുക. ഒരു ഓപ്പണായിട്ട് തുറന്നു പറയാനൊരു അവസരമില്ലാത്ത പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അത് ഫാമിലിയൽ ഇഷ്യൂസ് കൊണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും, ഇത്തരത്തിലുള്ള സൂയിസൈഡൽ ഐഡിയേഷനിൽ നിന്നൊക്കെ, നമുക്ക് ഡിപ്രഷനിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വരാം. ഇപ്പം തുടക്കം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു കൂട്ടുകാരൻ നമുക്ക് കൂട്ടുകാരി ഉണ്ടെങ്കിൽ വിളിച്ച് പറയാനുണ്ടെങ്കിൽ, അല്ല റിലേറ്റീവോ ആരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ, ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ മാറ്റം കിട്ടും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ആർക്കെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ വിഷയം ഉണ്ടെങ്കിൽ അവരോട് പറയുക. ഒരു സൈക്കോളജിസ്റ്റിനെ പോയിട്ട് കാണുക, ആവശ്യമെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ എടുക്കുക തന്നെ വേണം. ഈ ഡിപ്രഷൻ എന്നുള്ള അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. സോ ഇത്രയുള്ള വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.